മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓണം ആഘോഷിക്കാൻ ചിറക്കിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. അതൊരു നല്ല കാര്യമാണല്ലോ. നമുക്ക് പോയിട്ട് വരാം. നമ്മൾ മാത്രമല്ല, അഷിതയും പൃഥ്വിയും കാണും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആഘോഷമെല്ലാം വലിയ വഴക്കായി മാറുമെന്ന എന്റെ പേടി. അങ്ങനെയൊന്ന് ചിന്തിക്കേണ്ട ദുർഗെ. ഒരുപാട് നാള് കൂടി എല്ലാവരും കൂടി ഒന്നിക്കാൻ പറ്റുന്നൊരു അവസരമല്ലേ അത്. നമുക്ക് നന്നായി ആഘോഷിച്ചു വരാന്നേ. എനിക്കും അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവിടുത്തെ അവസ്ഥ അറിയില്ലല്ലോ. അഷിതയും ചെറിയമ്മയും എല്ലാരും കൂടി ഒന്നായി കഴിയുമ്പോ അത് അവസാനം സന്തോഷത്തിന് പകരം വലിയ ദുഃഖത്തിലേക്ക് എത്തുന്ന അവസ്ഥയാവാതിരുന്നാ മതി. അപ്പൊ താനെന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ പോണ്ടെന്നാണോ? ചെല്ലാതിരുന്ന മുത്തശ്ശിക്ക് അച്ഛനൊക്കെ അത് വലിയ വിഷമാവും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? എന്തായാലും നമുക്ക് പോവാം. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിച്ചാ മതി. അതാ നല്ലത്. നമുക്ക് പോകാമെന്ന് തന്നെ തീരുമാനിക്കാം അല്ലേ? അതെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാലേ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റും. ശ്രമിക്കാഞ്ഞിട്ടല്ല, വീട്ടിലെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഒന്നും നടക്കുന്ന ലക്ഷണമില്ല. എന്റെ വീട്ടിലെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാ. ഓണമായിട്ട് കിരണും ദുർഗയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കൊണ്ടൊന്ന് പറയിച്ചാ ചിലപ്പോ എന്തെങ്കിലും നടക്കും. അഖിലൊന്ന് അവരോട് സംസാരിക്കോ? ശരി, ഞാൻ പറയാം. ആവശ്യം നമ്മുടെ അല്ലേ, പറയാതെ പറ്റില്ലല്ലോ. അഞ്ജു, അമ്മ വിളിക്കുന്നുണ്ടേ, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. ശരി. അത് കുഴപ്പമില്ല, സാരല്ല, എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും ചിറക്കിലേക്ക് ചെല്ലണമെന്ന് അഞ്ജു പറഞ്ഞു. ഓ, അപ്പൊ അതാണ് കാണാൻ വന്നതല്ലേ? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഞങ്ങളിൽ നിന്ന് എന്ത് ഹെൽപ്പ് അഖില പ്രതീക്ഷിക്കുന്നത്? ഒരു ഭാഗത്തു നിന്നെങ്കിലും ഗ്രീൻ സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാ അഞ്ജു ആകെ ടെൻഷനിലാണ്. അവളുടെ സ്വഭാവം അറിയാലോ. പുറമെ ബോൾഡായിട്ടൊക്കെ പെരുമാറുമെങ്കിലും വളരെ സെൻസിറ്റീവാണ്. ഇത്രയും നാളും ഒന്നിച്ചു വളർന്ന എന്നെക്കാളും അഖിൽ അഞ്ജുവിനെ നന്നായി മനസ്സിലാക്കിയെന്ന് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമല്ല, ഞാൻ പറഞ്ഞപ്പോ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മതി മതി, ഉരുളണ്ട. ഞങ്ങൾ പോകുന്നുണ്ട് അഖിൽ. അപ്പച്ചിയോട് ഞാൻ സംസാരിക്കാം. പിന്നെ നിങ്ങൾ തൽക്കാലം കുറച്ച് ക്ഷമ കാണിക്കണം. അപ്പച്ചി ഉടനെ ഒന്ന് സമ്മതിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. നമ്മുടെ മിഷൻ അവസാനിച്ചു കഴിഞ്ഞ് അഖിലിനെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്കോ ക്രൈംബ്രാഞ്ചിലേക്കോ മാറ്റി കഴിഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. അതെ, അതൊക്കെ എപ്പോ നടക്കുമെന്ന് അറിയാത്ത കാര്യങ്ങളല്ലേ. പിന്നെ ഇത് കഴിഞ്ഞാ സാറ് നമ്മളെ ഉടനെ അടുത്ത മിഷൻ ഏൽപ്പിക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അഖില് പറയുന്നത് ശരിയാ.